വെൽക്കം ബാക്ക് ടു ആഷീസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തമ്മിൽ ഉണ്ടാവില്ല തന്നെ ഫേസ് സെറത്തെ പറ്റിയാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഫേസ് സെറ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ സെറ യൂസ് ചെയ്യണം, ആർക്കൊക്കെ ഏതൊക്കെ സെറ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ പറയാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടീനേജ് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടീനേജിലെ സ്കിൻ കെയർ എല്ലാ ഫേസ് സെറവും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ചേച്ചി ഏതൊക്കെ സെറം യൂസ് ചെയ്തുകൂടാ എന്നൊക്കെ ചോദിച്ചാൽ മെസ്സേജ് തന്നു. അപ്പോൾ ഞാൻ വെച്ചൊരു ലോങ് വീഡിയോ അങ്ങ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ തന്നെ ഒരുവിധം നിങ്ങളുടെ സംശയങ്ങളെല്ലാം പോയിട്ടുണ്ടാവും. സോ നിങ്ങൾ ഫുള്ളിരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ എന്തിനാണ് സെറ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെറം എന്ന് പറയുന്നത് ലിക്വിഡ് ഫോർമുലയാണ്. സോ അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മുടെ ഫേസ് അതിനെ അബ്സോർബ് ചെയ്യുകയും അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരികയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സെറംസ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ സെറംസ് അപ്ലൈ ചെയ്യുന്നത് എന്തിനാ? ബ്രൈറ്റനിങ്, ലൈറ്റനിങ്, പിന്നെ നമ്മൾ ആക്നി പ്രോബ്ലം ഉള്ളവർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെയാണ് കൂടുതലും സെറംസ് യൂസ് ചെയ്യുന്നത്. സോ ഏതൊക്കെ സെറം ആരൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. നമുക്കൊരു ബ്രൈറ്റനിങ് ആണ് നമ്മുടെ സ്കിന്നിന് വേണ്ടതെങ്കിൽ നമുക്ക് ഒരു നയാസിനമൈഡ് സെറം അല്ലെങ്കിൽ വിറ്റമിൻ സി സെറം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ല നമ്മുടെ ആവശ്യം നമ്മുടെ ആക്നി പോകണം, ഓയിലി സ്കിന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സാലിസിലിക് ആസിഡും അതുപോലെ തന്നെ നിയാസിനമൈഡും നമുക്ക് യൂസ് ചെയ്യാം. അല്ല നമ്മുടെ സ്കിന്നൊരു ഏജിങ് ആണ്, ചുളിവും വരകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ, അങ്ങനെയാണ് ഏജ് കുറയ്ക്കണമെന്നാണെങ്കിൽ നമുക്ക് റെറ്റിനോൾ സെറംസ് യൂസ് ചെയ്യാം. ഈ വ്രിങ്കിൾസിനായിട്ട് നമുക്ക് പെപ്റ്റൈഡ് സെറംസ് യൂസ് ചെയ്യാവുന്നവരാണ്. ഭയങ്കരമായിട്ടുള്ള വരണ്ട ഉണങ്ങിയ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സെറമാണ് ഹൈലറോണിക് ആസിഡ് സെറം. ഈ ഹൈലറോണിക് ആസിഡ് സെറം നമ്മുടെ സ്കിന്നിൽ നമ്മുടെ സ്കിന്നിലെ ഫേസിലെ ജലാംശം നിലനിർത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എല്ലാ സെറംസും നമുക്ക് യൂസ് ചെയ്യാമോ? അങ്ങനെ എല്ലാ സെറംസും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ടീനേജേഴ്സിനും സെറം യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയും നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ മുഖം നല്ല വൃത്തികേടായിട്ടും ഭയങ്കര ആക്നി പിമ്പിളും കാര്യങ്ങളായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നായിട്ടുള്ള ടീനേജേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈലറോണിക് സെറം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബ്രൈറ്റനിങ്ങിനെ വേണമെങ്കിൽ ഫോഴ്സ്ഫുള്ളി അല്ലാണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും നമുക്ക് വിറ്റാമിൻ സി സെറംസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സെറംസ് യൂസ് ചെയ്യേണ്ട ഒരു ഏജ് എന്ന് പറയുന്നത് തന്നെ ഈ 20s കഴിഞ്ഞവർക്കാണ്. ഈ ഒരു 20 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ സെറംസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം നമ്മുടെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത്രേ ഹെൽത്ത് ഉണ്ടായിരിക്കത്തുള്ളൂ. വലുതാവുന്ന അനുസരിച്ച് നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായ ഹെൽത്തും കാര്യങ്ങളും കിട്ടുന്നോണ്ടിട്ടാണ് ഈ കുഞ്ഞ് ഏജിൽ നമ്മൾ സെറംസ് യൂസ് ചെയ്തതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ഏജിലും നമുക്ക് എല്ലാ സെറംസും യൂസ് ചെയ്യാൻ പാടില്ല. ഈ റെറ്റിനോൾ പോലുള്ള സെറങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരു 30 വയസ്സിന് മുകളിലോട്ടാണ്. എന്നാൽ നമുക്ക് 25 വയസ്സിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല ഏജിങ് ആയിട്ട് തോന്നിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു 25-ന് ശേഷം നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു 18 വയസ്സിലോ 20 വയസ്സിലോ ഉള്ള ഒരു വ്യക്തിക്ക് യൂസ് ചെയ്യേണ്ട സെറമല്ല ഈ റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രായത്തിനും യൂസ് ചെയ്യേണ്ട സെറംസ് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സെറം വിറ്റാമിൻ സി സെറം എടുക്കുന്നു വെച്ചോ, ആദ്യമേ നമ്മൾ ഹൈ പെർസെൻറ്റേജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഏത് സെറം നമ്മൾ യൂസ് ചെയ്താലും അതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വലിയൊരു പെർസെൻറ്റേജിലോട്ട് പോകാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ വലുത് പിടിക്കുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് ഉണ്ടാക്കും. സോ അപ്പോൾ ചെറിയൊരു 2%, 5%, 50% അങ്ങനെ ഒരു പെർസെൻറ്റേജിൽ നമ്മൾ ഏത് സെറ യൂസ് ചെയ്യുന്നോ ആ സെറ അങ്ങനെ ഒരു മെത്തേഡിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ എല്ലാ സെറംസും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു സെറം യൂസ് ചെയ്യുമ്പോഴത്തേനും
അതിൻ്റെ കൂടെ വേറെ സെറം യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പം പെയറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒത്തിരി സെറങ്ങളുണ്ട്. നമ്മൾ ഈ റെറ്റിനോൾ സെറത്തിൻ്റെ കൂടെ നമ്മൾ ആവശ്യമില്ലാണ്ട് വിറ്റമിൻ സി സെറം യൂസ് ചെയ്യാൻ പാടില്ല, നയാസിറമൈഡ് യൂസ് ചെയ്യാൻ പാടില്ല, സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടില്ല. റെറ്റിനോൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കൂടെ ആകെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറം എന്ന് പറയുന്നത് ഹൈലറോണിക് സെറം മാത്രമാണ്. ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുന്ന ഹൈലറോണിക് സെറം മാത്രമാണ് നമുക്ക് റെറ്റിനോൾ സെറത്തിനോട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ വിറ്റാമിൻ സി സെറത്തിൻ്റെ കൂടെ നമ്മൾ ഈ നയാസിറമൈഡ് നമ്മൾ ഇത് പെയർ ചെയ്യാൻ പാടില്ല. കാര്യം രണ്ടിൻ്റെ ബെനിഫിറ്റ് ഒന്നാണ്. നമ്മൾ സ്കിന്നിന് ബ്രൈറ്റ്നെസ് വരിക എന്നുള്ളതാണ് നമ്മൾ 2 സെറം യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ നയാസിറമൈഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ യൂസ് ചെയ്യാനും പാടില്ല. നമ്മൾ ചേരാത്ത ഇതെല്ലാം ആസിഡ് സെറംസ് ആണ്. സോ നമ്മൾ ചേരാത്ത സെറം നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിന് ഇല്ലാത്ത പ്രശ്നവും കൂടി വരും. ചുമ്മാ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത്? അപ്പം നമ്മുടെ സ്കിന്നിന് എന്താണോ, നമ്മുടെ സ്കിൻ കൺസേൺ ചെയ്യുന്ന പ്രോബ്ലം എന്താണോ അത് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ സെറംസ് ചൂസ് ചെയ്യാം. അപ്പം എൻ്റെ ഓയിലി സ്കിന്നാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് സാലിസിലിക് ആസിഡാണ്. എനിക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ ഹൈലറോണിക് ആസിഡാണ്. അങ്ങനെ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്താണോ അത് കൺസേൺ ചെയ്തിട്ട് നിങ്ങൾ സെറംസ് ഏതാണെന്ന് നോക്കാം. എന്നിട്ട് അത് ഡിസൈഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസിൽ സെറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെറവും നമ്മൾ ഒരു ഹൈ പെർസെൻറ്റേജിൽ നിന്ന് തുടങ്ങാൻ പാടില്ല. ചെറിയൊരു പെർസെൻറ്റേജിൽ നിന്ന് തുടങ്ങി പിന്നെ നമുക്ക് കൂട്ടിപ്പോകാം. അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യമേ ഹൈ പെർസെൻറ്റേജിൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്നത് ഇതാക്കണമെന്നില്ല, അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. ഈ മോയ്സ്ചറൈസറും ആക്നിക്ക് പിമ്പിളിനും എല്ലാത്തിനും നമുക്ക് ക്രീം ഉള്ളപ്പോൾ എന്തിനാണ് ഈ സെറത്തിൻ്റെ വാല്യൂ, എന്തിനാണ് സെറം എന്ന് ചോദിക്കുന്നവരോട് ഈ ക്രീമി ഫോർമുല നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുന്നതിനെ കാട്ടിയും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ ലിക്വിഡ് ഫോർമുലകൾ സെറം നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുക. പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ സെറം യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മളെ കണ്ണിൽ വീഴാതെ നമ്മൾ നോക്കണം. കാരണം കണ്ണിൽ വീണേ തടിച്ചു പോവും. കാരണം നമ്മുടെ കണ്ണടിച്ചു പോവും. അതുകൊണ്ട് നമ്മൾ കണ്ണിൽ വീഴാതെ നമ്മൾ നോക്കണം. അതുപോലെ നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഓവറായിട്ട് നമ്മൾ ഒരു സെറം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു 3 to 4 ഡ്രോപ്സിൻ്റെ കാര്യം സെറത്തിൽ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. നമ്മുടെ സ്കിന്നിന് ഒരു 3 to 4 ഒരു ഡ്രോപ്പിൻ്റെ കാര്യം നമ്മുടെ സ്കിന്നിൽ വരുന്നുള്ളൂ. ഇത് അപ്ലൈ ചെയ്യാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. മസാജ് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും തന്നെ നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർബ് ആയിട്ടുണ്ടാകും. സോ പെട്ടെന്ന് ഒരു റിസൾട്ട് തരാൻ സെറത്തിന് സാധിക്കും. സോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ സെറം യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാൻ പറയുന്നതും. ഫേസ് സെറായിട്ട് ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇല്ലാതായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇനിയെങ്കിലും നമ്മൾ ഫേസ് സെറം യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിന് എന്താണ് ആവശ്യം, ഏത് സെറമാണ് ആവശ്യം, നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ് എന്നെല്ലാം നോക്കിയിട്ട് മാത്രം നമ്മൾ ഫേസിൽ ഒരു സെറം യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്നാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബും കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് സപ്പോർട്ടായിട്ട് തോന്നുന്നത്. സോ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പോൾ ബൈ ഗൈസ്.